ഈ വീഡിയോയിൽ ഇൻഫർമേഷൻ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. അതായത് ട്രംപ് മാർക്കോ റൂബിയോയുടെ നേതൃത്വത്തിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, അതേപോലെ തന്നെ റുവാണ്ട, ഈ മാപ്പിൽ കാണിക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾക്കിടയിൽ ഒരു പീസ് ട്രീറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചായിരുന്നു 2 വട്ടം. അതായത് ഈ രാജ്യങ്ങളുടെ ഫോറിൻ അംബാസിഡേഴ്സിനെ വിളിച്ചു വരുത്തി ഒരു വട്ടം എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്ത്, പ്രിലിമിനറി എഗ്രിമെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് സൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കി, പിന്നീട് അതാത് രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ വിളിച്ചു വരുത്തി ഈ പീസ് ട്രീറ്റി ഒപ്പിടിയിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതേ റുവാണ്ടയിലും അതേപോലെ തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഈ 2 രാജ്യങ്ങൾക്കിടയിൽ വീണ്ടും ചെറിയ രീതിയിലുള്ള ക്ലാഷ് സ്റ്റാർട്ട് ചെയ്തത്. ആ സ്റ്റാർട്ട് ചെയ്തതോടുകൂടി എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൻ്റെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, DR കോങ്കോയുടെ അടുത്ത് റുവാണ്ടയിലുള്ള കുറച്ച് ബന്ദികളുണ്ട്. ആ ബന്ദികളെ 10 ദിവസത്തിനകത്ത് വിട്ടയക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനം M23 റിബൽസ് എന്ന് പറഞ്ഞ്, അത് ശരിക്കും റുവാണ്ടയുടെ തന്നെ കീഴിൽ പ്രവർത്തിക്കുന്ന റിബലുകളാണ്. അപ്പോൾ അവരൊരു പ്രഖ്യാപനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിത്തിൻ 10 ഡേയ്സിൽ നിങ്ങൾ ഈ ബന്ദികളെ വിട്ടയച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ട്രംപിൻ്റെ നൊബൽ പ്രൈസും നൊബൽ സമ്മാനവും ഇതിനെക്കുറിച്ച് ഞാൻ വലിയൊരു ഫീച്ചർ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വീഡിയോ ഈ വിഷയത്തിൽ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു ആഫ്രിക്കൻ മാധ്യമ പ്രവർത്തകരുടെ ഇടപെടൽ, അവരുടെ അമിതമായ ട്രംപ് സ്നേഹം, ട്രംപ് പ്രീതി, അതിനോടൊപ്പം ആഫ്രിക്കയിൽ നിന്ന് വരുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ പ്രസിഡന്റ് ആയിക്കോട്ടെ, അവരെയൊക്കെ ട്രംപിനെ നിങ്ങൾ നൊബൽ പ്രൈസിലേക്ക് നോമിനേറ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യം, ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ട് വൈറ്റ് ഹൗസിൽ ഏത് ആഫ്രിക്കൻ റെപ്രസെൻറ്റേറ്റീവ് വന്നാലും അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയുണ്ട് അവിടെ. അപ്പോൾ ഈ രീതിയിൽ പല അജണ്ടകൾ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന സാഹചര്യത്തിലാണ് DR കോങ്കോയ്ക്കുള്ളിൽ IS തീവ്രവാദികൾ ഒരു പള്ളി, ഒരു ക്രിസ്ത്യൻ പള്ളി ആക്രമിച്ച്, ആ പള്ളിയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പള്ളിക്കുള്ളിൽ അതിക്രമിച്ച് കയറി ആക്രമണം നടത്തി 50 പേരെ നിരുപാധികം കൊലപ്പെടുത്തിയ ഒരു സംഭവം. ജസ്റ്റ് 2 ദിവസമായിട്ടുള്ളൂ. ഇന്നലെ ഈ വിഷയം വളരെ പോപ്പുലർ ആയിരുന്നു. വളരെയധികം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. പിന്നെ മറ്റുള്ള വാർത്തകൾക്കിടയിൽ നമുക്കിത് കൂട്ടിച്ചേർക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നത്. ഇതിനെ തുടർന്ന് ഞാൻ ആഡ് ചെയ്യുന്ന വീഡിയോ ആഫ്രിക്കൻ റീജിയനിൽ ആ പള്ളിയും അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങളാണ്. അപ്പം അതുപോലെ അവർ കുറേ പേരെ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പള്ളിക്കകത്ത് കയറി താറുമാറായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. നിരവധി പേര് സ്ത്രീകളാണ്. ഇപ്പം ഈ ജനങ്ങൾ ഇപ്പം പ്രതികരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ട്രംപ് ഒപ്പുവെച്ച പീസ് ട്രീറ്റിയൊക്കെ ഏതവസ്ഥയിൽ എത്തിച്ചേരും എന്നുള്ളത് നമുക്ക് യാതൊരുവിധ ധാരണയോ പ്രഡിക്ഷനോ ചെയ്യാൻ പറ്റാത്ത വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം ഇതിനകത്ത് അമേരിക്ക ഇടപെടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം ഈ ആഫ്രിക്കയിൽ സാഹിൽ റീജിയൻ തൊട്ട് താഴേക്ക് നല്ല രീതിയിലുള്ള ഇൻഫിൽട്രേഷനാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായും ഈ ഒരു ക്ലാഷ് വീണ്ടും മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് ഒരു ലോങ് റണ്ണിൽ നോക്കി കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. Early on Sunday, more than 100 people were holding a nighttime prayer vigil at a church in Commander. This is a northeastern city in the Democratic Republic of Congo. It is mineral rich and no stranger to fighting by various armed groups in the Central African country. But what happened next rattled it. Around 1 a.m., attackers interrupted the prayer. They entered the church, wielding guns and machetes. They shot people both inside and outside the church. They looted nearby shops and set them on fire. Many houses were also burned down. At least 43 people were killed, including 9 children. Some bodies were found charred in houses nearby. Many other people remain missing after the attack, including several children who were reportedly taken hostage. So who was behind the attack? The Islamic State-affiliated group, Allied Democratic Forces. The ADF emerged in the neighboring Uganda in the 1990s. It accused the government there of persecuting Muslims
and carried out attacks over its discontent. But in 2002, after military assaults by the Ugandan forces, the group moved its operations to the DRC. Specifically, in the borderland between Uganda and the DRC. And since then, it has regularly attacked and killed thousands of civilians of all religions in the region. In 2019, it pledged allegiance to the Islamic State. So in 2021, DR Congo invited Ugandan troops into the country. This was to help tackle the ADF and dislodge it from its strongholds, but the attacks have persisted. Earlier this month, ADF killed at least 47 people in the region. The UN called it a bloodbath. The UN says that the attack is meant to divert attention from their ongoing joint military operation with Uganda. But this resurgence of violence with Uganda. In recent months, the DRC has negotiated a series of deals, including a peace agreement with Rwanda, brokered by the US, and another deal with the Rwanda-backed militia M23, mediated by Qatar. After all, the DRC is dealing with a complex web of attacks. More than 100 rebel groups operate within the Democratic Republic of Congo. This includes the Allied Democratic Forces, which has been linked to more than 80 civilian deaths in attacks over the past 3 weeks. Also, the M23 rebels, who control large areas of the country. So the more peace deals the DRC tries to strike, the more it is struck by rebel groups. And as violence intensifies, the worst seems far from over. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.